ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ കിച്ചണിൽ എപ്പോഴും യൂസ്ഫുൾ ആവുന്ന കുറച്ചധികം ടിപ്പുകളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഒരുപാട് നേരം കിച്ചണിൽ സ്പെൻഡ് ചെയ്യാതെയും അതേപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഫുഡിന് നല്ല ടേസ്റ്റ് കൊടുക്കാനും പറ്റിയിട്ടുള്ള കുറച്ചധികം ടിപ്പുകൾ തന്നെ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോക്ക് നിങ്ങൾ തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. വളരെയധികം നല്ല കമൻറ്റുകൾ നമുക്കതിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തുടർന്നുള്ള വീഡിയോസിനും ഈ ഒരു സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതാ ഫസ്റ്റ് തന്നെ നമുക്ക് ടിപ്പിലേക്ക് പോകട്ടെ. ഫസ്റ്റ് തന്നെ ഞാൻ ബീട്രൂട്ട് ഉപ്പേരിയാക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിന് കുറച്ചധികം എക്സ്ട്രാ ടേസ്റ്റ് കൊടുക്കാനായിട്ട് ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക, കടുകിട്ട് പൊട്ടിക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് അരിമണികളുണ്ടല്ലോ, നമ്മൾ ചോറ് വെക്കുന്ന സാധാ അരി എടുത്തിട്ടുണ്ട്. അത് കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഫ്രൈ ആയിട്ട് കിട്ടും കേട്ടോ. നല്ല വീർത്ത് നല്ല ഫ്രൈ ആയിട്ട് കിട്ടും. അതിനുശേഷം പിന്നെ കറിവേപ്പിലയും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബീട്രൂട്ടും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു അരിമണികളും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ നന്നായിട്ട് കടിക്കാനായിട്ട് കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് നമ്മളതിലേക്ക് നമ്മൾ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഇത് ബീട്രൂട്ട് വെന്ത് ചെയ്യുമ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ തേങ്ങ, അതേപോലെ ചെറിയുള്ളി, പച്ചമുളക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടച്ച് മൂടി വെച്ച് ആവിയിലിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാ വെജിറ്റബിൾസിനും നമുക്ക് ചെയ്തെടുക്കുക. ക്യാബേജ്, ക്യാരറ്റ്, ബീൻസ്, എന്ത് വെജിറ്റബിൾസ് ഉണ്ടാക്കുമ്പോഴും ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഉപ്പേരിക്ക് എക്സ്ട്രാ ഒരു ടേസ്റ്റാണ് കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാനായിട്ട് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതേപോലെ ട്രൈ ആക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിക്കോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്നതിൽ കുറച്ചും കൂടെ ടേസ്റ്റ് തോന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ ടിപ്പ്. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. അപ്പോൾ അത് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മീൻ കറിയാണ് കേട്ടോ. ഇതിലേക്ക് സവാളയോ ഉള്ളിയോ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അങ്ങനെയുള്ള ഒരു ഐറ്റംസും വേണ്ട കേട്ടോ. നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ള മീൻ കറിയാണ്. അപ്പോൾ അതിനായിട്ട് ഇതാ ഞാനൊരു മൺചട്ടി വെക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഉലുവ ഇട്ട് പൊട്ടിച്ചെടുക്കുക കേട്ടോ. ഉലുവ എന്തായാലും ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഉലുവ പൊട്ടി വരുന്ന ടൈമിൽ കുറച്ചധികം കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫാക്കിയ ശേഷം നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ തീ ഓഫാക്കിയ ശേഷം കുറച്ചധികം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ പൊടികളൊക്കെ നിങ്ങളുടെ മീൻകറിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ സവാള, ഉള്ളി അങ്ങനെയുള്ള ഒരു ഐറ്റംസ് നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ. എന്നാലും നല്ല ടേസ്റ്റാണ്. ഇനി ചെറിയ തീയിലിട്ടിട്ട് നമുക്ക് ഈ ഒരു പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഒട്ടും കരിഞ്ഞു പോകരുത് കേട്ടോ. മൺചട്ടിയാണ്, ചൂട് കൂടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഇനി പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരുന്ന ടൈമിൽ നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള പുളി ഒന്ന് പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ വാളംപുളിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ആവശ്യത്തിന് നമുക്ക് വെള്ളമൊക്കെ കൂട്ടിയിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നമുക്ക് എത്ര ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് പാകത്തിന് പുളിയൊക്കെ വേണം കേട്ടോ. എന്നാലും മീൻ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഇതായത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ സവാളയും ഉള്ളി അങ്ങനെയുള്ള ഒന്നും ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിലും ടേസ്റ്റിന് ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ നമ്മൾ പാകത്തിന് ചാരൊക്കെ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരണം. അപ്പോൾ ഉപ്പൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്ന ടൈമിൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നീളത്തിൽ കനം കുറച്ചിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരണം കേട്ടോ. തിളച്ച് വരുന്ന ആ ഒരു ടൈമിൽ നമ്മൾ കഴുകി ക്ലീനാക്കി എടുത്ത് വെച്ചിട്ടുള്ള മീനും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ മാന്തളാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ഇവിടെ ഇതിന് മാന്തൽ എന്നാണ് പറയുന്നത്. വലിയ ടൈപ്പ് മാന്തളാണ്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കഴുകി ക്ലീനാക്കി വെച്ചുള്ള മീൻ കഷ്ണങ്ങളും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ വേറെ പണിയൊന്നുമില്ല. നന്നായിട്ടൊന്ന് മീനൊന്ന് കുക്കാവുന്ന വരെ തിളപ്പിച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് തിളപ്പിച്ച് മീനൊക്കെ ഒന്ന് കുക്കാക്കി എടുക്കുക. ഇത്ര ഉള്ളൂട്ട് ഈ ഒരു മീൻ കറി വെക്കാനായിട്ട്. നമുക്ക് ഉള്ളി നന്നാക്കിയെടുക്കുക, അല്ലെങ്കിൽ സവാള, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊന്നും നന്നാക്കിയെടുക്കേണ്ട ഒരു പണിയില്ല. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. നല്ല ടേസ്റ്റാണേ.
അപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട് മീൻകറി. മീനൊക്കെ പെട്ടെന്ന് മാന്തളതിൻ്റെ പേരിൽ മീനൊക്കെ പെട്ടെന്ന് കുക്കായിട്ട് കിട്ടിക്കോളും. കഷ്ണം മീനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണെന്നുണ്ടെങ്കിലും നമുക്ക് നന്നായിട്ട് ഇതേപോലെ കറി വെച്ചെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് ചാറൊക്കെ ഇത്തിരി കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ലാസ്റ്റ് നമ്മൾ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഫ്ലെയിം ഓഫാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ടൈം ആകുമ്പോഴേക്കും കുറച്ചും കൂടെ കുറുകി നല്ല സെറ്റായിട്ട് വന്നോളും. അപ്പോൾ കഷ്ണം മീനൊക്കെ വെക്കുന്ന ടൈമിൽ ഇതേപോലെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തലേന്ന് വെച്ചിട്ട് പിറ്റേന്ന് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇരുന്ന് കറിയൊക്കെ കുറുകി പുളിയൊക്കെ പിടിച്ചിട്ട് നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ മീൻ കറി വെക്കാത്തവർ ഒന്ന് വെച്ച് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു മീൻ കറിയൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ വെക്കാമല്ലോ. നമുക്ക് ഒരുപാട് നേരം കിച്ചണിൽ സ്പെൻഡ് ചെയ്യുകയൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ടിപ്പിലേക്ക് പോകാം. നമ്മൾ തേങ്ങ കട്ട് ചെയ്തെടുക്കുമ്പോൾ പലപ്പോഴും പലർക്കും റെഡിയായിട്ട് നല്ല കറക്റ്റ് ഇതിൽ വരില്ല അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ്. അപ്പോൾ ആദ്യം നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു 3 ലൈൻസ് ഉണ്ടല്ലോ തേങ്ങയിൽ, ആ ഒരു കറക്റ്റ് ലൈൻ നോക്കിയിട്ട് കത്തി വെച്ചിട്ടൊന്ന് ആ ഓരോ ലൈനുമ്മേലും ഒന്നിങ്ങനെ കൊട്ടി കൊടുത്താൽ കറക്റ്റ് മെഷർമെൻറ്റിൽ നമുക്ക് തേങ്ങ പൊളിച്ചെടുക്കാം കേട്ടോ. ഇനി അങ്ങനെ പറ്റുന്നില്ല എന്ന് തോന്നുന്നവർക്ക് ഇതേപോലെ ഒരു വലിയ റബ്ബർ ബാൻഡ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് തേങ്ങയുടെ നടുക്കായിട്ട് ഇങ്ങനെ ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ കത്തിയുടെ ബാക്ക് സൈഡ് വെച്ചിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഓരോ ലൈൻസുള്ള ആ ഓരോ 3 ഭാഗങ്ങളുണ്ടല്ലോ, ആ ഓരോ ഭാഗങ്ങളിലായിട്ട് കൊട്ടിക്കൊടുക്കുക. അപ്പോൾ നല്ല കറക്റ്റായിട്ട് നമുക്ക് പൊട്ടിക്കിട്ടും. അപ്പോൾ ഞാൻ പൊട്ടി വന്നപ്പോൾ ആ ഒരു റബ്ബർ ബാൻഡ് ഇളക്കി മാറ്റിയിട്ട് ഇതേപോലെ പൊട്ടിച്ചെടുക്കുന്നുണ്ട്. നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് നമ്മുടെ സ്റ്റീൽ പാത്രങ്ങൾ അല്ലെങ്കിൽ അലൂമിനിയം പാത്രങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഗ്യാസിൽ വെച്ച് ഉപയോഗിക്കുമ്പോഴും കുറച്ചിങ്ങനെ കഴിയുമ്പോൾ അടിയിൽ ഒരു കറുത്ത പാടുകൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് ക്ലീൻ ആക്കി എടുക്കണമെങ്കിൽ എന്ത് ചെയ്യാമെന്നാണ് ഞാൻ അവിടെ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ സോസ് പാനാണ്, അത് ചായ തിളപ്പിക്കുന്നത് എപ്പോഴും ഉപയോഗിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്കിൽ ഇതേപോലെ കറുത്ത അടയാളം വന്നിട്ടുണ്ട്. അപ്പോൾ അത് പോകാനായിട്ട് അതിലേക്ക് ആദ്യം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ബേക്കിംഗ് സോഡാപ്പൊടി ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് വിനീഗറാണ്. ആ വിനീഗറും കൂടെ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ലിക്വിഡ് ഉണ്ടല്ലോ, നമ്മുടെ പാത്രം കഴുകുന്ന ലിക്വിഡും കൂടെ കുറച്ച് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരച്ച് കൊടുക്കുക കേട്ടോ. ഉൾവശത്തും അതേപോലെ ആ ഒരു ബാക്കിലൊക്കെ ഉരച്ച് കൊടുക്കുക. നമ്മുടെ പാത്രത്തിൻ്റെ കറകൾ എവിടെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നന്നായിട്ട് ഇതേപോലെ ഉരച്ച് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഉരച്ച് കൊടുത്തതിന് ശേഷം ഞാൻ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ മാറ്റിയിട്ട് ഇതേപോലെ നമ്മൾ സാധാ സ്ക്രബ്ബർ ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഉരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു കറകളൊക്കെ പോയിട്ട് കിട്ടും. ഇത് നോൺ സ്റ്റിക്കിൻ്റെ പാനിൻ്റെ അടിയിലുള്ള കറകളാണെങ്കിലും ഇതേപോലെ നമ്മൾ ചായയൊക്കെ തിളപ്പിക്കുന്ന സോസ് പാന്, എന്ത് പാത്രത്തിൻ്റെ അടിയിലുള്ള ഇങ്ങനത്തെ കറകളൊക്കെ ആണെന്നുണ്ടെങ്കിലും പോയിട്ട് കിട്ടാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും കേട്ടോ. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഒരു സ്ക്രബ്ബർ വെച്ച് ഉരച്ചതിന് ശേഷം നമ്മൾ സാധാ പച്ചവെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്കുക. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഒരു പാത്രം ക്ലീൻ ആയിട്ട് കിട്ടും. കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ആക്കി നോക്കിയിട്ട് അടിപൊളിയാണ്. നല്ല പാത്രം നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. കണ്ടില്ലേ? ഇപ്പോൾ ആ ഒരു പാത്രത്തിൻ്റെ അടിയിലുള്ള ആ ഒരു കറുപ്പ് കറകളൊക്കെ പോയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ മീൻ ഫ്രൈ ഒക്കെ ചെയ്യുമ്പോൾ കുറച്ച് എക്സ്ട്രാ ടേസ്റ്റ് കിട്ടാനായിട്ട് ഞാൻ ചെയ്യുന്നൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മീൻ മസാലയൊക്കെ തേച്ചത് നമ്മൾ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓയിലോ വെളിച്ചെണ്ണോ എന്താണെങ്കിലും അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ പപ്പടം പൊരിച്ചിട്ടുള്ള ഓയിലാണ് ഇട്ടത്, അതാണ് ആ ഒരു കളറും. അപ്പോൾ അതിലേക്ക് മീൻ ഫ്രൈ ചെയ്യാനുള്ളത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ മാന്തൽ തന്നെയാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് ഓയിലിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുന്നതിന് മുമ്പായിട്ട് നമുക്കിതിലേക്ക് ഒരു കാര്യം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ മീൻ പൊരിച്ചതിന് നല്ലൊരു മണവും ഫ്ലേവറൊക്കെ കിട്ടും. അത് വേറെ ഒന്നുമല്ല, വെളുത്തുള്ളിയാണ് കേട്ടോ. വെളുത്തുള്ളി 1-2 അല്ലി തൊണ്ടോട് കൂടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കുത്തിയെടുക്കുക. ഒരുപാട് ചതച്ച് ഇതാക്കി എടുക്കണ്ട, ഒന്നിങ്ങനെ ഒന്ന് പൊട്ടിച്ചെടുത്താൽ മതി. അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് നിങ്ങൾ എടുത്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. മീനിന് നല്ലൊരു ഫ്ലേവറും നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടും. കറിവേപ്പിലയും വെളുത്തുള്ളി ഇതേപോലെ ഫ്രൈ ചെയ്യുന്ന ടൈമിൽ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പേസ്റ്റ് ആക്കിയിട്ട് മീനിലേക്ക് ചേർക്കുന്നതിനേലും കുറച്ചും കൂടെ ഫ്ലേവർ ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടും കേട്ടോ. മീനിന് ആ ഒരു വെളുത്തുള്ളിയുടെ നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ ഇതേപോലെ ട്രൈ ആക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ആക്കി നോക്കുക. അപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി നെക്സ്റ്റ് നമുക്ക് ബേസിക് ആയിട്ടുള്ളൊരു മസാലയാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. നമുക്ക് എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു മസാലയാണിത്. അപ്പോൾ ഇതൊരു ഒരു ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്കൊരു 3 സവാള കനം കുറഞ്ഞരിഞ്ഞത് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും കൂടെ കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടിത് നന്നായിട്ടൊന്ന് നമുക്ക് ഈ ഒരു വെളിച്ചെണ്ണയിൽ വാട്ടിയെടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇനിയിപ്പോൾ ഈ ഒരു വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് സവാളയൊക്കെ നന്നായിട്ടൊന്ന് വാടി വരട്ടെ. അപ്പോൾ ഈ ഒരു മസാല നമ്മൾ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വല്ല ചിക്കൻ കറി വെക്കണം, അല്ലെങ്കിൽ കുറച്ച് കടലക്കറി വെക്കണം, ഗ്രീൻ പീസ് കറി വെക്കണം എന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് എളുപ്പത്തിൽ എടുത്തിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മസാലയാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ വല്ല ഓഫീസിലൊക്കെ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വരുന്ന ടൈമിൽ ഈ ഒരു മസാല ഫ്രിഡ്ജിലുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കുറച്ച് കറികളൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് സവാള നന്നായിട്ട് വാടി വരുന്ന ടൈമിൽ ഞാനൊരു 3 തക്കാളിയും കൂടെ ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു തക്കാളിയും കൂടി ഇതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വാടി വരണം. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് തക്കാളിയും ഒന്ന് വാട്ടിയെടുക്കുക. ഇങ്ങനെയൊക്കെ കുറച്ചധികം മസാലയൊക്കെ ഉണ്ടാക്കി നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് അല്ലെങ്കിൽ ആരെങ്കിലും നമ്മൾ വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കുറച്ച് ഇതിൽ നിന്ന് മസാല എടുത്തിട്ട് കറിയാക്കാനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് തക്കാളി നന്നായിട്ട് വെന്ത് വരുന്ന ടൈമിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. ഇനിയിപ്പോൾ ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും വാടി വന്നാൽ മതി. സവാളയും തക്കാളിയൊക്കെ ഒരുപാട് വെന്ത് പേസ്റ്റ് ആവണമെന്നൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ ചൂട് നന്നായിട്ടൊന്ന് മാറിയിട്ട് കിട്ടട്ടെ. അപ്പോൾ ഇതാ കുറച്ച് നേരം വെച്ചപ്പോൾ തന്നെ ചൂടൊക്കെ ഒന്ന് പോയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് ഫ്രീസറിൽ അടച്ചൊരു എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിൽ അടച്ച് മൂടിയിട്ട് ഫ്രീസറിൽ വെച്ച് ഉപയോഗിക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ ഇത് മൊത്തത്തിൽ ഈ ഒരു മസാല ഞാൻ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഈ ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടെ നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബേസിക് ആയിട്ടുള്ളൊരു മസാലയാണ് ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് നമുക്ക് എന്തിനു വേണമെങ്കിലും കടല അങ്ങനെയുള്ള സാധനങ്ങൾ വെക്കാനാണെങ്കിലും അല്ലെങ്കിൽ ചിക്കൻ കറിക്കൊക്കെ എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ളൊരു മസാലയാണിത്. അപ്പോൾ ഈ ഒരു വെള്ളവും കൂടെ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിനി ഇത് ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. നന്നായിട്ട് ഇതൊന്ന് നമുക്ക് അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ട് വരാം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഞാനൊന്ന് നന്നായിട്ട് ഇത് അരച്ച് എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഒട്ടും തരികളൊന്നും ഇല്ലാണ്ട് എടുത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊരു ബോട്ടിലോ അല്ലെങ്കിൽ എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിലോ ആക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. ഇതിനിപ്പോൾ നമുക്ക് കടലക്കറി വെക്കുന്ന ടൈമിലൊക്കെയാണെങ്കിൽ കടല കുക്കറിലിട്ട് വേവിച്ചിട്ട് നമ്മൾ സാധാ ചീനച്ചട്ടിയിൽ കടുകും ഈ കുറച്ച് മസാല ഇട്ട് പൊടികളൊക്കെ ചേർത്ത് ജസ്റ്റ് ഒന്ന് വാട്ടിയാൽ മതി കേട്ടോ. പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ച് കടലയും അതിലേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിപൊളി കടലക്കറി റെഡിയാക്കാം. അതേപോലെ ചിക്കൻ കറിക്കാണെങ്കിലും വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് മസാല ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് ചിക്കനും ഇട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കറികളൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ കുറച്ചധികം മസാല ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ വളരെയധികം യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരാണെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്ക്. ഇനി ഇതേപോലെ അരച്ചെടുത്തിട്ടുള്ള മിക്സിയുടെ ജാർ പെട്ടെന്ന് ക്ലീൻ ചെയ്യാനായിട്ട് അതിലേക്ക് കുറച്ച് വെള്ളവും പിന്നെ നമ്മുടെ പാത്രം കഴുകുന്ന ലിക്വിഡ് ഉണ്ടല്ലോ അതും കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സിയുടെ ജാറൊന്ന് കറക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ എല്ലാ ഭാഗത്തേക്കും ആ ഒരു വെള്ളവും ലിക്വിഡും കൂടി എത്തിയിട്ട് നല്ല പെട്ടെന്ന് ക്ലീൻ ആയിട്ട് കിട്ടും. ഇനിയിപ്പോൾ ഇത് കുറച്ച് സാധാ പച്ചവെള്ളത്തിൽ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ. ആ ഒരു സ്ക്രൂവിൻ്റെ ഇടയിലേക്ക് കയറി നിൽക്കുന്ന ആ ഒരു വേസ്റ്റൊക്കെ പെട്ടെന്ന് ക്ലീൻ ആയിട്ട് കിട്ടും ഇതേപോലെ ചെയ്തെടുക്കുമ്പോൾ. ഇനിയിപ്പോൾ ഞാൻ അടുത്തതായിട്ട് കാണിക്കുന്നത് വെള്ളയപ്പത്തിന് അരച്ച് വെക്കുന്നതാണ് കേട്ടോ. ഈസ്റ്റോ സോഡാപ്പൊടി ഒന്നും ഇല്ലാണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള വെള്ളയപ്പത്തിൻ്റെ മാവാണ്. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു 1.5 കപ്പ് പച്ചരി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ഏകദേശം നമ്മുടെ ഇത്രയും ഒരു കുഞ്ഞ് നമ്മുടെ ഫിംഗറിൻ്റെ അറ്റത്ത് എടുത്താൽ കിട്ടുന്ന കുറച്ച് ഉഴുന്നും കൂടി എടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് കഴുകി ക്ലീനാക്കി എടുക്കുക. എന്നിട്ടിത് ഒരു 3-4 മണിക്കൂറൊന്ന് സോക്ക് ചെയ്യാനായിട്ട് പച്ചരി ഒന്ന് നന്നായിട്ട് സോക്ക് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മാറ്റി വെക്കാം കേട്ടോ.
എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഇത് അരച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇതൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ഒരു സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചരിയും ഉഴുന്നും കൂടി ഇട്ട് കൊടുക്കുക. ഉഴുന്ന് കൂടി പോകാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇത്രയും മതിയാവും വെള്ളയപ്പത്തിന്. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു തേങ്ങ വെള്ളത്തിലാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് പുളിക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങ വെള്ളമാണിത്, പഞ്ചസാര ഇട്ടിട്ട്. അപ്പോൾ ഈ ഒരു വെള്ളത്തിലാണ് നമ്മളിത് അരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഫ്രീസറിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നമ്മൾ അരയ്ക്കുന്നതിന് കുറച്ച് മുമ്പായിട്ട് ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് വെച്ചാൽ മതി. അപ്പോൾ ഈ ഒരു തേങ്ങ വെള്ളവും കൂടെ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു അര ഭാഗത്തോളം മതിയാകും. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം കേട്ടോ, ഒട്ടും തരികളൊന്നും ഇല്ലാണ്ട്. കണ്ടില്ലേ, ഇതേപോലെ നമുക്കിതൊന്ന് അരഞ്ഞിട്ട് കിട്ടണം. അപ്പോൾ ഈ ഒരു തേങ്ങ വെള്ളത്തിലാണ്ട് നമ്മൾ ഈ ഒരു വെള്ളയപ്പം അരച്ചെടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ഈസ്റ്റോ അല്ലെങ്കിൽ സോഡാപ്പൊടി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ ഇത് പെട്ടെന്ന് ഫെർമെൻ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിത് കുക്കറിലാണിത് അരച്ച് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ കുക്കറിലേക്ക് നമ്മൾ ഈ ഒരു പച്ചരിയും ഇതും കൂടെ അരച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് വേണ്ടത് ഒരു അരക്കപ്പിനേലും കുറച്ചും കൂടെ കൂടുതലായിട്ട് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കപ്പ് നിറയെ വേണ്ട കേട്ടോ ചോറ്, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മിക്സിയുടെ ജാറിലേക്ക് തന്നെ. പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടിത് അരച്ചെടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. ഇനി ഇതും കൂടെ നമ്മൾ പച്ചരി അരച്ച് വെച്ചിട്ടുള്ള ഒരു മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളിത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതേപോലെ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതേപോലെ ഞാൻ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കുറേ നേരം ഓവർനൈറ്റ് ഒന്നും വെക്കണമെന്നില്ല ഇത് പൊന്തി വരാനായിട്ട്. കാരണം കുക്കറിലായതുകൊണ്ട് തന്നെ ഒരു 3-4 മണിക്കൂർ കൊണ്ട് നമുക്കിത് നന്നായിട്ട് പൊന്തിയിട്ട് കിട്ടും കേട്ടോ. അതേപോലെ നല്ല സോഫ്റ്റ് വെള്ളയപ്പത്തിന് നമുക്ക് മാവ് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. ഇനിയിപ്പോൾ കുക്കർ ഞാൻ നന്നായിട്ട് മൂടിയിട്ട് കൊടുക്കുന്നുണ്ട്. വാഷറൊന്നും മാറ്റിയിട്ടില്ല കേട്ടോ, വിസിലൊന്നും മാറ്റിയിട്ടില്ല, അതേപോലെ തന്നെ മൂടിയിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനൊരു 3-4 മണിക്കൂറിന് ശേഷം തുറന്നു നോക്കിയപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഇത് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ, നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് ചുട്ടെടുക്കാം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നമുക്ക് ഈ ഒരു വെള്ളയപ്പം. നമുക്കിത് പച്ചരി ഇല്ലാന്നുണ്ടെങ്കിൽ അരിപ്പൊടി വെച്ചിട്ടും ചെയ്തെടുക്കുക. തേങ്ങ വെള്ളം പുളിപ്പിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഈസ്റ്റോ സോഡാപ്പൊടി ഒന്നും വേണ്ട. പിന്നെ ഞാൻ വെള്ളയപ്പത്തിൻ്റെ ചട്ടി ഒന്ന് ചൂടാവാനായിട്ട് വെച്ചിട്ട് അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്ത് ചുറ്റിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ സാധാ വെള്ളയപ്പം ചുട്ടെടുക്കുന്ന പോലെ തന്നെ വെള്ളയപ്പം ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലേ, മാവ് ഒഴിച്ച് ചുറ്റിച്ചതിന് ശേഷം നന്നായിട്ട് ഹോളുകളൊക്കെ വരുന്നുണ്ട്. ഇതേപോലെ ഹോളുകൾ വന്നതിന് ശേഷം മാത്രം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സിമ്പിളാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഈസ്റ്റോ സോഡാപ്പൊടിയോ ഒന്നും വേണ്ട. കുറച്ച് തേങ്ങ വെള്ളം ഉണ്ടെങ്കിൽ എടുത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ഇതേപോലെ വെള്ളയപ്പം ഓരോന്നായിട്ട് ഞാൻ ചുട്ടെടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റാണ് ഈ ഒരു വെള്ളയപ്പം. തേങ്ങ വെള്ളത്തിൽ അടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല അടിപൊളി സോഫ്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അതേപോലെ നിറയെ ഹോളുകളൊക്കെ വന്നിട്ട് നല്ല അടിപൊളി പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു വെള്ളയപ്പം കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വെള്ളയപ്പത്തിൽ നിങ്ങൾ തേങ്ങ വെള്ളം ചേർത്തിട്ട് ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നല്ല കിട്ടില്ല ടേസ്റ്റാണ്. അപ്പോൾ നല്ല പൂ പോലത്തെ വെള്ളയപ്പമാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് കുട്ടികൾക്കൊക്കെ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി വെള്ളയപ്പമാണിത്. അപ്പോൾ നിങ്ങൾ കുക്കറിൽ നമ്മൾ ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഫെർമെൻ്റായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ബട്ടർ ചിക്കൻ കൂട്ടിയിട്ടാണ് ഈ ഒരു വെള്ളയപ്പം കഴിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും മറക്കാണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള എല്ലാ ടിപ്പുകളും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.